വെൽക്കം ടു വിൻ CBSE ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എക്സ്പ്ലോറിംഗ് മിക്സ്ചർ ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലെ ആദ്യത്തെ പാർട്ട് വീഡിയോകൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ ടോപ്പിക്കിലോട്ട് കടക്കാം. എക്സ്പ്ലോറിംഗ് മിക്സ്ചർ ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന ടോപ്പിക്കാണ്. ടോപ്പിക് ഒന്നും കൂടെ കേൾക്കാം. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. എടാ, ഒരു മിക്സ്ചറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജീനിയസ് മിക്സ്ചറും ഹെറ്ററോജീനിയസ് മിക്സ്ചറും. അതില് ഹോമോജീനിയസ് മിക്സ്ചറിന്റെ സെപ്പറേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ? എങ്ങനെയുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്? നമുക്ക് ആദ്യം നോക്കിയാലോ. എങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്? നോക്കാം, ഡെഫിനിഷൻ നോക്കാം ട്ടോ. എ ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് എ മിക്സ്ചർ in which the composition is uniform throughout and its different components cannot be seen separately. എന്താ പറയണത്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാല് അതിലുള്ള കോമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. ത്രൂ ഔട്ട് മിക്സ്ചർ അതിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. എ ഹോമോജീനിയസ് മിക്സ്ചർ is a mixture in which the composition is uniform throughout and its different components cannot be seen separately. ഒരു ഹോമോജീനിയസ് മിക്സ്ചറുള്ള കോമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കിയേ. ഇൻ എ ഹോമോജീനിയസ് മിക്സ്ചർ എവറി പാർട്ട് ഓഫ് ദ മിക്സ്ചർ ഹാസ് ദ സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷൻ. ഒരു ഹോമോജീനിയസ് മിക്സ്ചറിലെ ഓരോ പാർട്ടിലെയും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, അവിടുത്തെ കോമ്പോസിഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. എന്താണ് ഇത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കാം. കുറച്ച് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കി, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോഫി. കോഫിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? കോഫി എന്ന് പറയുമ്പോൾ അതിൽ മിൽക്ക് ഉണ്ടായിരിക്കും, കോഫി പൗഡർ ഉണ്ടായിരിക്കും, വാട്ടർ ഉണ്ടായിരിക്കും. പക്ഷേ we are not able to see them separately. ഓരോ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് കോഫി ഒരു ഹോമോജീനിയസ് മിക്സ്ഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി, എയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോട്ട് ഓഫ് ഗ്യാസസ് ആർ ദർ ഇൻ എയർ അല്ലെ? ഏതൊക്കെ ഗ്യാസസ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, പല ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പക്ഷെ എയറിലുള്ള കോമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. സോ എയർ എന്ന് പറയുന്നതും ഒരു ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിൽ കോമ്പോണൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള മിക്സ്ചറിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇതിലെ ഹോമോജീനിയസ് മിക്സ്ചറിന്റെ സെപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, ഹോമോജീനിയസ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ക്രിസ്റ്റലൈസേഷൻ, ആദ്യത്തെ മെത്തേഡ് ക്രിസ്റ്റലൈസേഷൻ, രണ്ടാമത്തെ മെത്തേഡ് ഡിസ്റ്റിലേഷൻ ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി. 3 മെത്തേഡ്സ് ഏതൊക്കെയാ? ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി. ഇതിൽ ആദ്യത്തെ ടോപ്പിക് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ? ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ ക്രിസ്റ്റൽ? എന്താണ് ഒരു ക്രിസ്റ്റൽ എന്ന് നോക്കിയാലോ. നോക്കിയേ, ക്രിസ്റ്റൽ ഈസ് എ സോളിഡ് സബ്സ്റ്റൻസ്. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. പക്ഷേ സോളിഡ് സ്റ്റേറ്റിലുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും നമുക്ക് ക്രിസ്റ്റൽ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ക്രിസ്റ്റലിന് എന്താ പ്രത്യേകത നോക്കിയേ. ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺ. ഈ ക്രിസ്റ്റലില് അതിലുള്ള പാർട്ടിക്കിൾസിന്, ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറ്റം ആയിരിക്കാം, ചിലപ്പോൾ അയോൺ ആയിരിക്കാം, അല്ലെങ്കിൽ മോളിക്യൂൾ ആയിരിക്കാം. ഈ പാർട്ടിക്കിൾസിന് റെഗുലർ ആയിട്ടുള്ള റിപ്പീറ്റിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാല് ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി സെയിം ആയിരിക്കും. അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണും സിമിലർ ആയിരിക്കും. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണ്. അതിലുള്ള പാർട്ടിക്കിൾസിന് റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്കിനി ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഹോമോജീനിയസ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ. അപ്പൊ എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് നോക്കിയാലോ. നോക്കാം കേട്ടോ. In laboratories, the process of forming crystals
from a saturated solution is called crystallization. ഈ crystallization നമ്മൾ നടത്തുന്നത് ലബോറട്ടറിയിലാണ്. ലബോറട്ടറിയില് the process of forming crystals from a saturated solution is called crystallization. ഒരു saturated solutionൽ നിന്ന് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. ആദ്യത്തെ പോയിന്റ് ഓർക്കാം, ഇത് ലബോറട്ടറിയിലാണ് ചെയ്യുന്നത്. എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാല് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ സോൾവെന്റ് ഉണ്ടായിരിക്കും, സൊല്യൂട്ട് ഉണ്ടായിരിക്കും. മാക്സിമം എമൗണ്ട് സൊല്യൂട്ടും ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് ക്രിസ്റ്റലൈസേഷൻ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് മെത്തേഡ് can be used for the separation of two solids in which one of the compound is present in small quantity and both are soluble in the same solvent. അതായത് ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള രണ്ട് സോളിഡ്സിനെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിലൊരു സോളിഡ് കുറച്ച് എമൗണ്ട്, അതായത് ഒരു സോളിഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കണം, അടുത്ത ആളുടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം. അങ്ങനെയുള്ളവരെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടെ പറയാം. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് ടു സോളിഡ്സ്. രണ്ട് സോളിഡ്സിന്റെ സെപ്പറേഷൻ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത കണ്ടീഷൻ എന്താ? അതിലൊരു സോളിഡിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കണം, മറ്റേ സോളിഡിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് മെത്തേഡ് ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് purification by crystallization is based on the differences in the solubility of a substance at different temperature. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാല് ഓരോ ടെമ്പറേച്ചറിലുള്ള ഈ സബ്സ്റ്റൻസിന്റെ സൊല്യൂഷനിലുള്ള സോളിബിലിറ്റിയിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയാം, the principle of purification by crystallization is based on difference in the solubility of a substance at different temperature. Okay, ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് സബ്സ്റ്റൻസിന്റെ സോളിബിലിറ്റിയിൽ വ്യത്യാസം വരും. ഈ സോളിബിലിറ്റിയിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ക്രിസ്റ്റൽസിനെ അല്ലെങ്കിൽ സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സൊല്യൂഷനിലുള്ള രണ്ട് സോളിഡിന്റെയും സോളിബിലിറ്റി വ്യത്യാസമായിരിക്കും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ സോളിബിലിറ്റിയിൽ വ്യത്യാസം വരും. ആ സോളിബിലിറ്റിയിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രയുള്ള ക്രിസ്റ്റലൈസേഷൻ. ഇനി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. ലബോറട്ടറിയിൽ എങ്ങനെ കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുക, ആ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ആ എക്സ്പെരിമെന്റ് ജസ്റ്റ് ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് കളക്ട് ദ സാമ്പിൾ ഓഫ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിനെ പറഞ്ഞ വേറൊരു പേരാണ് ബ്ലൂ വിട്രിയോൾ. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കോപ്പർ സൾഫേറ്റിന്റെ കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. ടേക്ക് 1 gram ഓഫ് കോപ്പർ സൾഫേറ്റ് and place it in 100 ml beaker. നോക്കി, അതിന്റെ ഒരു ഫിഗർ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1 gram കോപ്പർ സൾഫേറ്റിന് നമ്മൾ 100 ml ഉള്ള ഒരു ബീക്കറിൽ നമ്മൾ എടുക്കുകയാണ്. അടുത്ത നോക്കാം. ആഡ് 25 ml ഓഫ് വാട്ടർ ടു ദ ബീക്കർ. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണം? 25 ml വാട്ടർ ഈ ബീക്കറിലേക്ക് ആഡ് ചെയ്യണം. അടുത്ത നോക്കാം. ആൻഡ് എ ഡ്രോപ്പ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ വാട്ടറിനോടൊപ്പം ഒരു ഡ്രോപ്പ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും കൂടെ നമ്മൾ ഈ ബീക്കറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം നമ്മൾ ഒരു 100 ml ബീക്കർ എടുത്തു. അതിലേക്ക് 1 gram കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുക, 25 ml വാട്ടർ ആഡ് ചെയ്യുക, 1 ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്. ആൻഡ് നോക്കി, then gently heat the mixture in a water bath while stirring constantly. അടുത്ത എന്താ പറഞ്ഞേക്കണേ? ഈ മിക്സ്ചറിനെ നമ്മളൊരു വാട്ടർ ബാത്ത് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിർ ചെയ്തിട്ട് വേണം ഹീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. The sulfuric acid helps in
making the crystals pure. Sulfuric acid helps in making pure crystals by preventing unwanted reactions. ഇപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാൻ കാരണം എന്താ? സൾഫ്യൂരിക് ആസിഡ് helps in making pure crystals. സൾഫ്യൂരിക് ആസിഡ് പ്യുവർ ക്രിസ്റ്റൽസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർ അൺവാണ്ടഡ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ആരെ യൂസ് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ എന്താ ചെയ്തത്? ഒരു 100 ml ബീക്കർ എടുത്തു, അതിൽ 1 gram കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യൂ. അതിനുശേഷം അതിലേക്ക് 25 ml വാട്ടർ ആഡ് ചെയ്തു, 1 ഡ്രോപ്പ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. എന്തിനാ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്? അൺവാണ്ടഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ ഫോം ചെയ്യിക്കാനും കേട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ ഒരു വാട്ടർ ബാത്തിൽ വെച്ച് ചൂടാക്കുകയാണ്. എന്താണ് വാട്ടർ ബാത്ത്? വാട്ടർ ബാത്തിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ഇവരെ ഹീറ്റ് ചെയ്യാണ്ട് ഒരു പാത്രം എടുക്കുന്നു, ആ പാത്രത്തിലെ വാട്ടർ എടുത്തിട്ട് അതില് ഈ മിക്സർ വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാന്ന് വെച്ചാല് ഈ മിക്സ്ചറിലുള്ള എല്ലാ കോമ്പോണൻസിനും യൂണിഫോം ആയിട്ട് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇവർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഗ്ലാസ് സാധനങ്ങളൊക്കെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഇവരെ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് സ്റ്റെപ്പ് 3 എന്താണെന്ന് നോക്കാം. ഗ്രാജുവലി ആഡ് മോർ കോപ്പർ സൾഫേറ്റ് until the solution becomes saturated. Until the solution becomes saturated. Solution saturated ആവുന്നത് വരെ പിന്നെയും പിഞ്ച് ഓഫ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴാണ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി നമുക്ക് മനസ്സിലാവാ? നോക്കി, ടീച്ചർ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ സൊല്യൂഷൻ ഈ ഒരു കളർ ആയിരിക്കും, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ സ്റ്റിർ ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ആവുന്നു. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാല് നമ്മൾ ആഡ് ചെയ്ത കോപ്പർ സൾഫേറ്റ് അവിടെ അൺഡിസോൾവ്ഡ് ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റാണ്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സൊല്യൂഷൻ എന്തായിട്ടുണ്ട്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 4, ഫിൽറ്റർ ദ ഹോട്ട് സൊല്യൂഷൻ to remove insoluble impurities. എന്ത് ചെയ്യണം? ഈ സൊല്യൂഷൻ നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കണം. എന്തിനാണ് ചെയ്യുന്നത്? ഇൻസോളുബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോപ്പർ സൾഫേറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ ഉണ്ടായിരിക്കും, അവരെയാണ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അവർ ഡിസോൾവ് ചെയ്യില്ല, അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്നത്. അടുത്ത നോക്കാം. കളക്ട് ഇറ്റ് ഇൻ എ ക്ലീൻ ബീക്കർ ആൻഡ് കവർ ഇറ്റ് വിത്ത് എ വാച്ച് ഗ്ലാസ്. എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൾക്കാരെ അവർ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീക്കറിൽ കളക്ട് ചെയ്തിട്ട് ഒരു വാച്ച് ഗ്ലാസ് ഉപയോഗിച്ച് മൂടി വെക്കണം. അതിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നമ്മള് ഒരു ഫണൽ ഉണ്ട്, ആ ഫണലിന്റെ ഇൻസൈഡ് ആയിട്ട് ഒരു ഫിൽറ്റർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹോട്ട് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഇൻസോളുബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഈ നമ്മുടെ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കും. ബാക്കി സൊല്യൂഷൻ ആയിരിക്കും ഈ ബീക്കറിൽ വരുന്നുണ്ടാവാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ ഫിൽട്രേറ്റിന്, ആ ബീക്കറിൽ കിട്ടുന്ന ആളെയാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് വിളിക്കണേ. ഫിൽട്രേറ്റിനെ നമ്മൾ ഒരു വാച്ച് ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ മൂടി വെക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 5, allow the solution to cool slowly without disturbing it. എന്ത് ചെയ്യണം? ഈ സൊല്യൂഷൻ, ബീക്കറിലുള്ള സൊല്യൂഷനെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യാനായിട്ട് അലോ ചെയ്യണം. ഇറ്റ് ഗിവ്സ് enough time to the particles in the solution to come together, resulting in the formation of larger, shiny, well-shaped and blue-colored crystal. വളരെ സ്ലോ ആയിട്ട് ഇവരെ കൂൾ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളില് ലാർജ്, നല്ല വലിപ്പമുള്ള, നല്ല തിളക്കമുള്ള, നല്ല ഷേപ്പുള്ള ബ്ലൂ കളർ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. വളരെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഷേപ്പ് ഒക്കെ ഉള്ള, ലാർജ് ആയിട്ടുള്ള, നല്ല ഷൈനി അപ്പിയറൻസ് ഉള്ള കോപ്പർ സൾഫേറ്റിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫിഗർ നോക്കാം. ഇതുപോലത്തെ ക്രിസ്റ്റൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി. സ്റ്റെപ്പ് 6, ഫിൽറ്റർ ദ ക്രിസ്റ്റൽസ്, rinse them with cold water and allow them to dry on a watch glass. ഇങ്ങനെ ഫോം ചെയ്യുന്ന ക്രിസ്റ്റൽസിന് നമ്മൾ ഒന്നും കൂടെ വാട്ടർ വെച്ച് റിൻസ് ചെയ്യാണ്. അതിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പിന്നെയും ഒരു വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇവരെ ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അപ്പൊ ക്രിസ്റ്റലൈസേഷന്റെ 6 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയായിരിക്കും.
ഓക്കെ, നമ്മൾ അതിനെ ഡ്രൈ ചെയ്യാൻ വെക്കും. ഓക്കെ, അപ്പൊ 6 സ്റ്റെപ്പ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ, കോപ്പർ സൾഫേറ്റിലെ ക്രിസ്റ്റലൈസേഷന്റെ 6 സ്റ്റെപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പഠിക്കുക, വീഡിയോ കാണുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു. This is Wings Campus.